ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, അളിയൻ്റെ ചാനലൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഉപ്പ മരിച്ചിട്ട് ഇന്ന് 40 ദിവസമാവുകയാണ്. അതായത് ഇന്ന് ദിക്കറാണ്, 40ാമത്തെ ആ ഒരു ചടങ്ങാണ് ഇന്ന്. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പിന്നെ മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ടത് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനുമ്പാട് പുതിയ വീടിൻ്റെ ഇങ്ങോട്ടൊന്നും വന്നു. ഇവിടെ പണിക്കാരുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ കസേരയും മേശയും സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വഴിയിൽ കൊണ്ട് ഇറക്കിക്കായിരുന്നു. ഇന്നലെ സാധനം കൊണ്ടുവന്നൊക്കെ അവിടെ ഇറക്കി. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന സാധനം നമ്മൾ ഇന്ന് രാവിലെ ആയിട്ട് ഞാനും അളിയനും നമ്മൾ മിയാസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2-3 ആൾ ചേർന്നിട്ട് കസേര മേശ ഒക്കെ നമ്മൾ താഴത്തെത്തിച്ചു. ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുത്തുമായും അതേപോലെ തന്നെ അമ്മായിമാരും അമ്മാവനൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മായും വാപ്പായും അവർ രണ്ടാളും ഏതായാലും പരിപാടിക്ക് എത്തുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇത്രയും ദൂരമാണ്. പിന്നെ ഉപ്പാട ആ ഒരു മൂന്ന് ദിക്കർ, നമ്മളെ 3ാമത്തെ ദിക്കറുണ്ടല്ലോ, മരിച്ച 3ാമത്തെ ആ ദിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയമായിട്ട് ഒരാഴ്ചയോളം ഇവിടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തന്നെ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളോടൊപ്പം അവർ വന്നിട്ട് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോയത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അവർ വരുന്നില്ല. അപ്പോൾ പകരം അനുജൻ വരുന്നുണ്ട്. അതായത് റമീസ് ഇവിടെ ഉണ്ട്. അതായത് റമീസ് പട്ടാമ്പി ഉണ്ട്. അപ്പോൾ അവർക്ക് പകരമായിട്ട് ഇവിടെ ഞാനുണ്ട്. പിന്നെ അളിയനും വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇപ്പം മരിച്ചതിൽ 40 ദിവസമായിട്ടില്ല. അതിന് മുന്നേ തന്നെ ഞാനും ചക്കരോട് ഉണ്ടായിരുന്നു. ഞാനും ഇതിനിടയ്ക്ക് വീട്ടിൽ പോകാൻ നടന്നില്ല. ഇൻഷാല്ലാ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നായിരുന്നു. അപ്പോൾ ഏതായാലും അനുജൻ വരുന്നുണ്ടെന്ന്. അവൻ ഇവിടെ പട്ടാമ്പിയിൽ ജോലി ചെയ്യാണ്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് അവൻ പഠിച്ചത് തന്നെ, ആനിമേഷൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഇൻറ്റേൺഷിപ്പ് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ പട്ടാമ്പിയിലുണ്ട്. 4-5 ദിവസമായിട്ട് പട്ടാമ്പിയിലുണ്ട്. അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് പോലെ ഏതായാലും അവൻ കൂടുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ട്. മഴയില്ലാതിരിക്കട്ടെ. അവന് ചിലപ്പോൾ ബൈക്കിനായിരിക്കും വരുന്നത്. ഇന്നിപ്പോൾ ഭാരത് ബന്ദ് അങ്ങനെ എന്തോ കാര്യങ്ങളായിട്ട് ചിലപ്പോൾ ബസ് ഞാൻ രാവിലെ വിളിച്ചു തന്നെ. അപ്പോൾ ചിലപ്പോൾ ബസ് ഉണ്ടാവില്ല എന്നൊരു ഡൗട്ട്. പിന്നെ അതിന് റൂട്ടും ഇപ്പോൾ തെറ്റുണ്ടല്ലോ. അപ്പോൾ ബസ്സും പിന്നെ സമയത്ത് കിട്ടുമില്ലെന്നും അറിയില്ല. അപ്പോൾ ഏതായാലും ഒരു ദിക്കറിൻ്റെ സമയമാകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ വിളിച്ചായിരുന്നു. അപ്പോൾ കൂട്ടുകാരൻ്റെ ആരോ ബൈക്ക് എടുത്തിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ അവനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവനെ അറിയാം, എന്നാലും ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ബൈക്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അളിയൻ ഞാനും കൂടി വീട്ടിലോട്ട് പോവാണ്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഉസ്താദന്മാരൊക്കെ വരും. പിന്നെ ദിക്കറും മൗലൂദ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ചക്കരയും എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കതെല്ലാം അങ്ങോട്ട് വീട്ടിലോട്ട് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ റമീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉമ്മായും വാപ്പായും എത്തിയിട്ടില്ല. അപ്പോൾ പകരം റമീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്ക് എത്തിയത്? ഞാൻ ഇപ്പോൾ ഒരു 11:30 എത്തി. 11:30 എത്തി. അപ്പോൾ ചെറുതായിട്ട് ലേറ്റായി പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മഴക്കാറാണ്. രാവിലെ തൊട്ടേ മഴയാണ്. വന്നപ്പോൾ മഴ ഉണ്ടായിരുന്നു. അവിടെ മഴ ഉണ്ടായിരുന്നു. പിന്നെ മഴ തോന്നിട്ട് ഇറങ്ങിയത്. വന്നപ്പോൾ പിന്നെ പട്ടാമ്പിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴയായിരുന്നു. അപ്പോൾ മഴ തോന്നിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ഭാരത് ബന്ദ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിലും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ, ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി മേടിച്ചാൽ വന്നത്. ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി ബൈക്ക് എടുത്തിട്ട് അതിലാണ് വന്നത്. ഓക്കെ. അപ്പോൾ ഏതായാലും പിന്നെ കുറച്ച് ലേറ്റായെന്നുള്ളൂ. പിന്നെ സമയത്തൂടെ എത്തിയിട്ടുണ്ട് ആൾ. അതായത് ഫുഡിൻ്റെ ഒക്കെ മുന്നേ ആൾ എത്തിയിട്ടുണ്ട്. മൗലൂദ് കഴിഞ്ഞാൽ തൊട്ട് മുമ്പേ എത്തിയല്ലേ, കടയിൽ നിന്ന് തൊട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് എത്തിയത്. കുറച്ചുകൂടെ മുമ്പേ എത്തുന്നതാണ് വിചാരിച്ചത്. ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏകദേശം നീ ഇറങ്ങിയ സമയം വെച്ചാണെങ്കിൽ മൗലൂദിന് മുമ്പ് ഇവിടെ എത്തേണ്ടതാണ്. പക്ഷേ ഈ ഒരു കേസ് ഉള്ളത് കൊണ്ടാണ്. വീട്ടിൽ വിളിച്ചില്ലേ? വീട്ടിൽ വിളിച്ച് എന്താ പറഞ്ഞു ഉമ്മയും അപ്പയും? അവര് പറഞ്ഞു പിന്നെ ഇത്രയും ദൂരമായി കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാനെങ്കിലും വന്ന് പങ്കെടുക്കാനുള്ള അതാണ്. അപ്പം ഉമ്മയും അപ്പയും പിന്നെ വരാൻ പറ്റാത്തത് കൊണ്ട് നീ എല്ലാം വന്ന് പങ്കെടുക്കണമല്ലോ. അപ്പോൾ ഓക്കെ, അതാണ് കാര്യം. ഫുഡ് കഴിക്കാൻ എന്നാലും ഓക്കെ. ഫുഡ് കഴിക്കാൻ അമ്മായും ചക്കര എല്ലാവരും അകത്തുണ്ട്. ചക്കരയൊക്കെ അകത്തുണ്ട്. ഓക്കെ. അപ്പോൾ ഏതായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ചക്കരയെ കണ്ടിട്ട് പോയാൽ മതി. ഇനി എപ്പോഴും തിരിച്ചു പോകുന്നു? ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ. കുഴപ്പമില്ല, മഴ നോക്കിയിട്ടൊക്കെ പോവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മൗലൂദ് പരിപാടിയൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് കഴിഞ്ഞു. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇരുത്തി, ആണുങ്ങളൊക്കെ ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. കുറച്ച് 10-30-35 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം കുഴപ്പമില്ലാതുണ്ട്. ഇതിലും 10-100 ആൾക്കാരുടെ പരിപാടി പിന്നെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അതിനുള്ളിൽ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ തികയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇങ്ങനെ ആൾക്കാർ ഇരുത്തിയിട്ട് ഇനി ട്രിപ്പ് കുറച്ച് പെണ്ണുങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരൊക്കെ ലേഡീസിനെയൊക്കെ ഇരുത്തുമ്പോൾ ആ ട്രിപ്പാണ്ട് കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് നമുക്കും ഫുഡ് കഴിക്കണം. ഓക്കെ. അപ്പോൾ അപ്പോൾ ഇതിനുള്ളിലെ ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. മറയൊക്കെ കെട്ടി നമ്മൾ 12 ടാർപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഒക്കെ ഒതുക്കി പറക്കി റെഡിയാക്കി. ചക്കരയോടെ ഉണ്ട്, റമിയോടെ ഉണ്ട്. കഴിച്ചോ? ഫുഡ് കഴിച്ചോ? റമി കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? കുഴപ്പമില്ലല്ലേ? അടിപൊളി. എരി ഭാഗത്തിനല്ലേ ഉള്ളു?
ആ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. എന്റെ വായിക്കുന്ന എന്താ പ്രശ്നം? നിനക്ക് എരിയുണ്ടായിരുന്നു? അത് പുണ്ണുണ്ട് തോന്നുന്നു. വായ്പുണ്ണ അതുകൊണ്ട് എരിയണതാവും. ഓക്കെ. ഉമ്മ വിളിച്ചില്ലെന്ന്? ഇല്ല, അമ്മനെ വെച്ചിട്ടില്ല. തിരക്കായി പോയില്ലേ മൗലൂദ് കാര്യങ്ങളൊക്കെ ആയിട്ട്? കുറെ ആൾക്കാരുള്ളോണ്ടേ. എല്ലാരും അങ്ങനെ എല്ലാരും പോയില്ലേ വന്നിട്ട്? അപ്പോ കുടുംബക്കാരനല്ലേ. കുടുംബക്കാരനെ ഉള്ളൂ, പിന്നെ അയൽവക്കക്കാർ കുറച്ചാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം കുറച്ചാളും പിന്നെ കുടുംബം തന്നെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം പാടെ ഒരു 100-100 ആളിൻ്റെ ഉള്ളിലല്ലേ? ഒക്കെ 100-100 ആളിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ റാഹത്തായി, ഒക്കെ തികഞ്ഞു. അല്ല ബാക്കി തികഞ്ഞില്ലെങ്കിലും ബാക്കി വന്നാലും പ്രശ്നമില്ല, തികയാതിരിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? ബാക്കി വന്നാൽ നമുക്കിപ്പോൾ നമ്മുടെ ബന്ധുക്കളെല്ലാം കൊണ്ടുപോയി തിന്നാ തീരണ പ്രശ്നമേ ഉള്ളൂ. ആ സമയം ബാക്കി വന്നില്ല, ഇത് തികഞ്ഞില്ലെന്ന് വെച്ചെങ്കിൽ പിന്നെ ആ സമയത്ത് നമ്മൾ മണ്ടേണ്ടി വരും. പിന്നെ ഇനിയിപ്പോ പോയിറങ്ങണോ? ആ ഒരു പണി, ഞാനേ ഇവനെ കൊണ്ട് വീട് കൂടി കാണിക്കട്ടെ. ഇപ്പൊ നീ അന്ന് വന്നപ്പോ നീ എന്തായിരുന്നു വീടിന്റെ സ്റ്റേജ് ഇവിടെ നോക്കുമ്പോ? വൈറ്റ് വാഷ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെ കിടക്കണം അവര്. വൈറ്റ് വാഷ് അടിച്ച് കിടക്കായിരുന്നല്ലേ അന്ന്? നമ്മള് ഇപ്പൊ ഈ അടക്കുന്ന സമയത്ത് വന്നായിരുന്നല്ലേ? അന്ന് ആ സമയത്ത് വീട് കണ്ടില്ലായിരുന്ന? അപ്പൊ വൈറ്റ് വാഷ് ഒക്കെ അടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ തറ സിമെന്റ് ഒക്കെ ഇട്ട് ടൈൽസിന്റെ പണിയൊക്കെ കിടക്കുകയാണ്. ടൈൽസിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതായാലും റമീസ് ചെർപ്പളശ്ശേരി ഇങ്ങോട്ട് നല്ല റോഡാണ്. അതുവരെ കുറച്ച് ചെർപ്പളശ്ശേരി ടൗണിൽ കുറച്ച് കട്ടറും കുണ്ടും കുഴിയൊക്കെ ഉള്ളു. അക്കോഡേറ്റ് വന്നിട്ടുണ്ടല്ലോ? അക്കോഡേറ്റ് വന്നിട്ടില്ലേ? നീ വന്നിട്ടുണ്ടല്ലോ. ഒരു പണി ഫ്രീ ആകുമ്പോ ഒരു ദിവസം ഇറങ്ങുന്ന ഞായറാഴ്ചയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങും. ഞായറാഴ്ച ലീവല്ലേ? ഞായറാഴ്ച ഇങ്ങോട്ട് വന്നാ ഓക്കെ. റമീസ് പട്ടാമ്പിന്നാണ് വരുന്നത്. പട്ടാമ്പിയിൽ പിന്നെ ജോലി എന്തിന്റെ ജോലിയാണ് അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു? ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് ഇന്റേൺഷിപ്പിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്നല്ലേ? പഠിച്ച ജോലി തന്നെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പെർമനന്റ് ആകുമല്ലേ? പെർമനന്റ് ആകുമല്ലേ? ഇപ്പൊ ഇങ്ങനെ തന്നെ നിന്നോ? എല്ലാരും വലുതായി പോവാ ഇങ്ങനെ നിന്നോ? ഓക്കെ. അപ്പൊ ഏതായാലും വീട്ടിലോട്ട് പോവല്ലേ? ഓക്കെ, വീട്ടിലോട്ട് പോവാം. വീട് കൂടി കാണിച്ചിട്ട് ഇനി പോവല്ലേ? ഓക്കെ. മഴ ഇനിയിപ്പോ ഉണ്ടാവുമെന്ന് അറിയില്ല. റെയിൻകോട്ട് ഉണ്ടല്ലേ? അപ്പൊ കുഴപ്പമില്ല. പണിക്കാർക്ക് കൊണ്ടുപോകണ്ടേ ഗൈസ്? അപ്പോൾ പണിക്കാർക്ക് ഫുഡ് കൊണ്ടുപോകണ്ട. നമുക്ക് ടൈലിന്റെ പണിക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പിന്നെ ഇവിടെ നമ്മളങ്ങോട്ട് ഫുഡ് കൊണ്ടുപോവാണ്. അവർക്കും കഴിക്കാം. സാധാരണ അവരോട് വെച്ചാണ് കഴിക്കാറ്. അപ്പം നമുക്കിവിടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവർക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ അവിടെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് നീയുമ്പോൾ നമുക്ക് വീട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മളവർക്ക് ഫുഡ് കൊടുത്തു, വീട് കാണാൻ വന്നിരിക്കുകയാണ്. കയറിക്കോ, ഉള്ളോട്ട് കയറിക്കോ. അന്ന് കണ്ടതല്ലേ ഉള്ളൂ, പിന്നെ കണ്ടില്ലല്ലോ. അപ്പോൾ അതേ ഇവിടെ ടൈലിൻ്റെ പണി കിടക്കുകയാണ്. അപ്പോൾ റമീസിന് ഇനി വീടൊക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ വീടൊക്കെ കണ്ടാ? എങ്ങനെയുണ്ട്? നേരത്തെ കണ്ടതിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ടല്ലേ? തറയൊക്കെ ഇട്ട് ടൈൽസ് കുറച്ച് പണിയും കൂടെ ഉള്ളു. വൃത്തിയായില്ലേ? വീട് ചെയ്തപ്പോൾ വൃത്തിയായി. ഒരു മാസം കൊണ്ട് കഴിയൂല. ഇപ്പൊ ടൈലിന്റെ പണി എങ്ങനെയുള്ള 4-5 ദിവസം കൊണ്ട് എടുക്കും. പിന്നെ ബാക്കി പണികളിലൊക്കെ ഇനി പുട്ടീന്റെ വർക്കുണ്ട്, പിന്നെ പെയിന്റിങ്, വയറിങ്, പ്ലംബിങ് വയറിങ് സെറ്റുകൾ വയ്ക്കണം. പിന്നെ പിന്നെ ഇത് ഡോറ്, ജനല്, ഗ്ലാസ് അതൊക്കെ ഇടണം. എങ്ങനെ ഒരു 3-4 മാസമൊക്കെ എടുക്കും. 3 മാസമൊക്കെ എടുക്കും മാക്സിമം. അളിയാൻ പറയണം മാടെ ഇത് കഴിയൂലേ? ആ ടൈം പീരീഡിന്റെ ആകുമ്പോൾ കഴിയണമെന്നാണ് പറയണം. അത് തന്നെ. ഓക്കെ. അപ്പോൾ വീടൊക്കെ കണ്ട് റമീസ് പോവാറങ്ങിയല്ലേ? ഇനി പോവല്ലേ നീ നേരെ? സമയം 1:45. ഇപ്പോഴാകുമ്പോൾ മഴയില്ല. ബൈക്കിലല്ലേ വന്നത്. ഇനി മഴ ചെയ്താലേ വീണ്ടും ഇനി ഇടങ്ങറാവണ്ട. പിന്നെ നോക്കി പോയിക്കോന്നാല്. ഇതാരാ വണ്ടിയാരത്? കൂട്ടാൻ വണ്ടിയും കൊണ്ടുവന്നല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ മറ്റേ ഇതല്ലായിരുന്നില്ല, ഭാരത് ബന്ധായിരുന്നില്ല. അപ്പം ഇനി ബസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വയ്യല്ല. അപ്പം അത് കാരണം കൊണ്ട് ബൈക്ക് എടുത്തോണ്ടാണ് വന്നത്. അപ്പോൾ നോക്കി പോയിക്കോ. പക്ഷെ അതാ നീ അവിടെ എത്തിയിട്ട് വിളിക്ക്, മെസ്സേജ് വിളിക്ക്, റൂമിൽ എത്തിയിട്ട് വിളിക്ക്. ഇന്നപ്പോൾ ലീവ് എടുത്തേക്കല്ലേ ഡ്യൂട്ടിന്ന്? ഇന്ന് ലീവ് എടുത്ത്, ഞായറാഴ്ച അല്ലാതെ ലീവ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഏതായാലും നടക്കട്ടെ. ഓക്കെ, ശരി, ഇൻഷാല്ലാ. ഓക്കെ, അസ്സലാം. മക്കളെ, റമീസ് അങ്ങനെ പരിപാടിയൊക്കെ പങ്കെടുത്തു. റമീസ് പോയി, അളിയനും ഞാനും ഇവിടെ വീട്ടിലുണ്ട്. പണിക്കാരുണ്ട്. അപ്പോൾ വെറുതെ ഫുഡ് കഴിക്കണം. നമ്മൾ കൊണ്ടുവന്ന ഫുഡ് കഴിക്കണം അവർ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞൊക്കെ മംഗളമായിട്ട് റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും മഴ കുറച്ച് സമയത്തേക്ക് വിട്ട് വന്നു. രാവിലത്തെ ഒരു പിന്നെ മൂടിക്കെട്ടലും ചെറിയ മഴ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പെരുമഴ ഉണ്ടാവും
ഓക്കെ. പിന്നെ ആ റോഡ് നമ്മളെ ഇതാണ് ഒന്നായിട്ട് ചളിയാവുന്നുള്ള പേടി ഉണ്ടായിരുന്നുള്ളൂ, അത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മൾ വിചാരിച്ച പോലെ മഴ ഒന്ന് വിട്ട് നിന്നുകൊണ്ടൊക്കെ റാഹത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത്ര തന്നെയുള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ എങ്ങനെയാലും ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ അടുത്ത വിശേഷത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.